ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 24. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് മോദിയുടെ ദാസ്യപ്പണിയോ? രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിഷ്പക്ഷവും നീതിപൂർവവുമായി നടത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ ചുമതല. ഭരണകക്ഷികൾക്ക് സ്വാധീനപ്പെടാതെ പൂർണ്ണ സ്വാതന്ത്ര്യവും അധികാരവുമുള്ള ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിലാണ് ഭരണഘടനാ ശില്പികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിഭാവനം ചെയ്തത്. 1951-52 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ 2000 വരെ ഏറെക്കുറെ സ്വതന്ത്ര അസ്തിത്വം നിലനിർത്തി പ്രവർത്തിച്ച കമ്മീഷൻ തുടർന്ന് കേന്ദ്ര ഭരണകക്ഷിയുടെ ഇടപെടലിന് വിധേയയായി. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെ നിഷ്ക്രിയമാക്കിയതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സ്വന്തം നിയന്ത്രണത്തിലാക്കി. കമ്മീഷന്റെ നിഷ്പക്ഷതയും പ്രവർത്തനത്തിലെ സുതാര്യതയും തകർന്നു. BJPയുടെ മറ്റൊരു ഘടക സംവിധാനമായി കമ്മീഷൻ അധപതിച്ചു. ഇത്രയും ആരോപണങ്ങൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. BJPയുടെ താൽപ്പര്യത്തിനനുസരിച്ചാണ് ഓരോ സംസ്ഥാനത്തും എത്ര ഘട്ടങ്ങളായി എപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കമ്മീഷൻ തീരുമാനിച്ചത്. മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളും നിയമങ്ങളും BJPക്കും പ്രധാനമന്ത്രിക്കും ബാധകമല്ലെന്നാണ് കമ്മീഷൻ ധരിച്ചു വച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതലുള്ള കമ്മീഷന്റെ പ്രവർത്തനങ്ങളെല്ലാം BJPയെ സഹായിക്കുന്ന രീതിയിലാണ്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം, വിദ്വേഷ വർഗീയ പ്രസംഗങ്ങൾ, വോട്ടിംഗ് മെഷീൻ വോട്ട് കണക്ക് പുറത്തുവിടാത്തത് ഉൾപ്പെടെയുള്ളവയെപ്പറ്റി പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ നിരവധി പരാതികൾ മുഖവിലക്കെടുക്കാൻ കമ്മീഷൻ തയ്യാറായില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഓരോ മണ്ഡലത്തിലെയും വോട്ട് ചെയ്തവരുടെ കണക്ക് പുറത്തുവിടാതെ രഹസ്യമാക്കിയിരിക്കുകയാണ്. ഫോറം 17C പ്രകാരമുള്ള കണക്കുകൾ പുറത്തുവിടുക എന്നതായിരുന്നു ഇതുവരെയുള്ള രീതി. എന്നാൽ ഇത് അട്ടിമറിച്ചു. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം പുറത്തുവിടുന്നത് കുഴപ്പത്തിലേക്ക് നയിക്കുമെന്ന വിചിത്രവാദമാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. വോട്ടെണ്ണൽ സമയത്ത് BJPക്ക് അനുകൂലമായി കൃത്രിമം നടത്തി തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെ വിറളി പിടിച്ച നരേന്ദ്രമോദിയും സംഘവും വർഗീയ വിഷം ചീറ്റുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ തുടങ്ങി. ഇത് സംബന്ധിച്ച് 4 ലക്ഷത്തിലേറെ പരാതികൾ ലഭിച്ചിട്ടും മോദിക്കും മറ്റ് മന്ത്രിമാർക്കുമെതിരെ നോട്ടീസ് അയച്ചില്ല. പകരം BJP പ്രസിഡന്റ് JP നദ്ദയ്ക്കാണ് നോട്ടീസ് നൽകിയത്. പിന്നാലെ മോദി മാത്രമല്ല BJP നേതാക്കളായ അമിത്ഷായും യോഗി ആദിത്യനാഥും അനുരാഗ് താക്കൂറും രാജ്നാഥ് സിംഗും JP നദ്ദയും മറ്റ് 40-ലേറെ BJP നേതാക്കളും മോദി വഴിയിൽ മുസ്ലിം സമുദായത്തിനെതിരെ കടുത്ത വിദ്വേഷ പ്രസംഗങ്ങളുടെ പരമ്പര തുടർന്നു. പരാതികളിൽ നടപടിയെടുക്കാതിരുന്ന കമ്മീഷൻ ഒടുവിൽ പ്രധാനമന്ത്രി മോദി അടക്കമുള്ള BJP താരപ്രചാരകർ മത സാമുദായിക ധ്രുവീകരണത്തിന് കാരണമാകുന്ന പരാമർശങ്ങൾ നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഉപദേശിച്ച് JP നദ്ദയ്ക്ക് നോട്ടീസ് നൽകി. തെരഞ്ഞെടുപ്പ് ചട്ടം പൂർണ്ണമായും പാലിക്കണമെന്നും വർഗീയ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. ഈ നോട്ടീസിൽ പ്രധാനമന്ത്രി മോദി എന്ന പേര് പോലും പരാമർശിച്ചിട്ടില്ല. BJP പരാതിയിൽ കോൺഗ്രസിനും താക്കീത് നൽകി. ജാതി, മതം, ഭാഷ എന്നിവയിലൂടെ സമുദായങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്നതോ വർഗീയ വിദ്വേഷവും സംഘർഷമുണ്ടാക്കുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും ഒരു പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ഏർപ്പെടരുതെന്നും മത, ജാതി, സാമുദായിക വികാരങ്ങൾ ഇറക്കിവിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ലെന്നും ഉൾപ്പെടെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം കുറ്റകരമാണ്. ഇത്തരം നിയമലംഘനം നടത്തിയാൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കില്ല. പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ വേഗത്തിൽ പരിശോധിച്ച് നിയമലംഘകർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ കടമയാണ്. കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഏജൻസി എന്ന നിലയിൽ ഭരണഘടനാപരമായ അധികാരം വിനിയോഗിക്കുന്നതിൽ കമ്മീഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തി സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപപ്പെടുത്തിയത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ അനുവദിക്കുന്ന സ്വതന്ത്രാധികാരത്തെക്കുറിച്ച് കമ്മീഷന് അടിസ്ഥാന ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ സമഗ്രത നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമായിരുന്നു. കമ്മീഷൻ അധികാരം ഉപയോഗിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്.